അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം അനന്ത പരിപാലനയാൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുക. അനേക ലക്ഷങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് നമ്മെയും അനുഗ്രഹിക്കുവാനായി ഇവിടെ എത്തിച്ചു. വചനത്തിലൂടെ നമ്മെ ശക്തിപ്പെടുത്തുന്നു, വചനം പഠിപ്പിക്കുന്നുണ്ട്. തന്നെ തേടുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും കർത്താവ് സമീപസ്ഥനാണ്. കർത്താവിനെ അന്വേഷിക്കുവാനും കാത്തിരിക്കുവാനും അവനോട് ചേർന്ന് നിൽക്കുവാനുമായിട്ട് നാം അനുദിനം പരിശ്രമിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അവസരങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും നൽകുന്നത്. പ്രത്യേകിച്ച് ധ്യാന ദിവസങ്ങളിൽ ഈ കൃപകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ, വചനം സ്വീകരിക്കുമ്പോൾ, വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ഈ ഒരു അനുഗ്രഹം നമ്മൾക്ക് സ്വന്തമാവുകയാണ്. അപ്പോൾ നമ്മൾ കേട്ടതും കേൾക്കുന്നതും ശ്രവിച്ചതും ശ്രവിക്കുവാനിരിക്കുന്നതുമായ വചനത്തിൻ്റെ ശക്തിയെ പൂർണ്ണമായ ബോധ്യത്തോടെ മനസ്സിലാക്കി തുടർന്നുള്ള ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി മാറ്റുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ഈശോ ആത്മീയമായിട്ടുള്ള സന്തോഷം നമുക്ക് നൽകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹവും ആശംസകളും നേരുന്നു. പ്രൈസ് ദി ലോർഡ്. Divine, divine, divine blessing. Divine, divine, divine. ഞാൻ പൂ കാണിക്കുമ്പോൾ കണ്ണുകൊണ്ട് ആ പൂവിൻ്റെ ഫോട്ടോ നിങ്ങൾ എടുക്കുന്നു. അങ്ങനെ നമ്മുടെ തലയിൽ കടന്നു വരുന്നത് പിക്ചറാണ്, ആ ഫോട്ടോയാണ് വരുന്നത്. ആ ഫോട്ടോ വരുന്നത് ഈ ഭാഗത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് വിഷൻ ഭാഗം. ഹല്ലേലൂയ. അങ്ങനെ ഫോട്ടോ തലയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആകും. മൈൻഡ് മെമ്മറിയിൽ തപ്പുന്നു. ഈ പിക്ചറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കും. അപ്പോൾ പൂവിനെ കുറിച്ചുള്ളതായതുകൊണ്ട് മെമ്മറി പറയും അത് റോസപ്പൂവാണ്, മനോഹരമായ പൂവാണ്, നല്ല പൂവാണ്, നല്ല മണമുണ്ട്, അതാണ് ഇതാണ് എന്നെല്ലാം. ആ പറയുന്നതെല്ലാം പൂവിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ്. അപ്പം നല്ല കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ മെമ്മറി എന്ത് ചെയ്തു ചോദിച്ചാൽ, ആദ്യം തലയിൽ വന്ന പിക്ചറാണ്, അത് മെമ്മറിയിൽ കഴിയുമ്പോൾ നല്ല പൂവാണ്, റോസപ്പൂവാണ്. അങ്ങനെ ആ പിക്ചർ പയ്യെ തോട്ടായിട്ട് മാറുന്നു. പിക്ചർ തോട്ടായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം പിക്ചർ മൈൻഡിൻ്റെ പ്രവർത്തനം വഴി അത് തോട്ടായിട്ട് മാറുന്നു. തോട്ട് വന്നു കഴിഞ്ഞാൽ ആ തോട്ടിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മുടെ ന്യൂറോണിൽ 50ഓളം കെമിക്കലുണ്ട്. ആ തോട്ടിൻ്റെ
ക്യാരക്ടർ അനുസരിച്ച് കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടും. ഇപ്പോൾ പൂവിനെ കുറിച്ചുള്ളതായതുകൊണ്ട് അത് ഒരു ഹാപ്പി കെമിക്കലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ആ കെമിക്കൽ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിച്ച് ആ മാറ്റം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ, രാസപ്രവർത്തനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹാപ്പിനെസ് അനുഭവപ്പെടുന്നു. ഇപ്പോൾ പൂ കാണുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് തോന്നാനുള്ള കാരണം നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യപ്പെട്ട കെമിക്കലിൻ്റെ പ്രവർത്തനമാണ്. ഒരു വിമാനം പറന്ന് 40,000 അടി മുകളിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴിതാ കുറേ ദേശാടന പക്ഷികൾ, ആയിരക്കണക്കിന് ദേശാടന പക്ഷികൾ പറന്ന് വിമാനത്തെ കടന്നു പോവുകയാണ്. അതിലേതാനും പക്ഷികൾ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറി, വിമാനത്തിൻ്റെ 4 എഞ്ചിനും പ്രവർത്തനരഹിതമായി, വിമാനം പറപ്പിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ പൈലറ്റ് മാനസാന്തരപ്പെട്ട് കത്തോലിക്കനായ ഒരു പൈലറ്റാണ്. പുള്ളി ഉടനെ എല്ലാവരോടും പറഞ്ഞു, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന എല്ലാം പറഞ്ഞു. അറിയാവുന്നവരൊക്കെ ചൊല്ലി കാണും. ഏതായാലും വിമാനം പന്ത് പോലെ പുള്ളിയുടെ കയ്യിലിരുന്നു. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സാവധാനത്തിൽ വിമാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഹഡ്സൺ നദിയുടെ മുകളിൽ ഇറക്കി. സുരക്ഷാ സൈന്യം വന്ന് 150 വിമാന യാത്രക്കാരെയും വിമാനത്തിലുള്ള ജോലിക്കാരെയും എല്ലാവരെയും രക്ഷപ്പെടുത്തി കഴിയുന്നതുവരെ വിമാനം വെള്ളത്തിൽ താഴ്ന്നു പോയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഹല്ലേലൂയ. അത്രമാത്രം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. എൻ്റെ പേര് ജിസ്ലിൻ. ഞാൻ കൊരട്ടിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ താമസിച്ച് ധ്യാനം കൂടാൻ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒത്തിരി ഭാരങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഇവിടുത്തെ ആന്തരിക ധ്യാനത്തിനുള്ളിൽ എൻ്റെ മനസ്സിലുള്ള ഒത്തിരി വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിനിറങ്ങിപ്പോയതുപോലെ ഒരു ഇപ്പം മനസ്സിന് ഭാരവും എല്ലാം കുറഞ്ഞ് ഒത്തിരി സന്തോഷവും ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്കിപ്പോൾ ഫീൽ ആവണേ. അതുപോലെ തന്നെ ഇന്നലത്തെ ആരാധനയിനുള്ളിൽ എനിക്ക് കൂടെ അലർജി ഉണ്ടായിരുന്നു, തുമ്മൽ അലർജി ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇന്നലെ ആരാധനയിൽ ഞാൻ ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് ഈശോ അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നൽകി. ഇതുവരെ എനിക്ക് ഇപ്പോൾ അങ്ങനെ തുമ്മൽ അങ്ങനെയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാം തന്നെ ഈശോയ്ക്ക് 1000 നന്ദി. ഈ തെറ്റായ ബോധ്യങ്ങളും തെറ്റായ അറിവുകളും മാറണം. അങ്ങനെ മാറി ശരിയായ ബോധ്യം നമുക്ക് കിട്ടുമ്പോഴാണ്, ഈ ശരിയായ ബോധ്യം നമുക്ക് കിട്ടിയാൽ ആ ശരിയായ ബോധ്യം നമ്മളെ നയിക്കുമ്പോൾ അത് നമ്മളെ കൂടുതൽ സന്തോഷത്തിലേക്ക് ആനന്ദത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മദ്യപാനം, പുകവലി, ദുശീലം ഇത് ഒരു മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുള്ളൂ, സന്തോഷത്തിലേക്ക് നയിക്കുകയല്ല, സമാധാനം തരികയല്ല. ഈ ബോധ്യം വന്നാൽ, ഈ ബോധ്യം ഉള്ളിലുണ്ടായാൽ മദ്യത്തെ തൊടിയണം, ലഹരി പദാർത്ഥം തൊടിയല. പ്രൈസ് ദി ലോർഡ്. ഇനി അതിനോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ദുശീല പ്രവൃത്തി, മദ്യമാകട്ടെ പുകവലി, ഏതൊരു ദുശീല പ്രവൃത്തി ഞാനൊന്ന് തൊട്ട് നോക്കിയാൽ, രുചി നോക്കിയാൽ, ഈ വല്ലപ്പോഴും ഉള്ള ഇടയ്ക്ക് അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ പിശാച് കയറി വരും. ഹല്ലേലൂയ. ഈ പിശാച് എന്ന് പറയണത് ഈ കൊമ്പും വാലും ഒക്കെ ഉള്ള ഒരു കറുത്ത രൂപമായിട്ടൊന്നും നിങ്ങൾ കരുതരുത്. ഏത് നെഗറ്റീവ് കാര്യം ചെയ്തോ അതിലൂടെ വരും. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താ? ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ദുശീലത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ്.
ആ ദുശീലത്തിൻ്റെ പ്രവൃത്തിയുടെ ആകർഷണമാണ് പിശാചിന് അടിമപ്പെടുത്താനായിട്ട് പറ്റുന്നത്. പ്രൈസലോ പ്രൈസലോ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം തിരുവചനം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം തിരുവചനം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം എപ്പോഴും നമ്മളോട് ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യമാണ്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പിശാചിന് കയറാനായിട്ട് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്ത്രീഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. എൻ്റെ പേര് റിതിൻ മാത്യു. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഡിവൈനിലെ ഒരാഴ്ചത്തെ ധ്യാനം കൂടാൻ സാധിച്ചു. വളരെ നല്ല ധ്യാനമായിരുന്നു. എനിക്ക് നല്ലപോലെ പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുമുള്ള അനുഗ്രഹം ലഭിച്ചു. ദൈവമേ നന്ദി. പ്രഭാഷകൻ 19:1 എഴുതി വച്ചിരിക്കുക, മദ്യപനായ തൊഴിലാളി ഒരു കാലത്തും സമ്പന്നനാകില്ല. അവൻ്റെ പണം മുഴുവനും ബാർ എന്ന ആ വലിയ ബാങ്കിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടുക. ഞാൻ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത് എനിക്ക് ഉറപ്പുണ്ട് ചെക്ക് ലീഫിൽ എഴുതി കൊടുത്താൽ തിരിച്ചു കിട്ടും. പക്ഷേ മദ്യം എന്ന ബാർ എന്ന ആ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പണം എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. ഈ ഒരു കാലത്ത് സമ്പന്നനാകില്ല. അനുഭവസ്ഥർ ഇവിടെ ഇരിപ്പുണ്ടാവും. സുഭാഷിതങ്ങൾ 23, 29, 35 മദ്യപനായ വ്യക്തിയുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? 23, 29, 35 പൂരിപ്പിച്ചോ. ദുരിതവും ദുഃഖവും കലഹവും ആകലാതെ ആർക്കാണ്? മദ്യപിക്കുന്നവർക്ക്. ആർക്കാണ് അകാരണമായി മുറിവുകൾ? മദ്യപിക്കുന്നവർക്ക്. ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? മദ്യപിക്കുന്നവർക്ക്. വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും മദ്യം എന്നുള്ള അർത്ഥമാണത്. അന്ന് വീഞ്ഞാണ്. വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. അടുത്തത്, ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകി നോക്കിയിരിക്കരുത്. മദ്യം ഒഴിച്ചിട്ട് കൈ കൊട്ടി ഇട്ടു ആർക്ക് കൊടുക്കുന്നതാവുക? ഒരു തുള്ളി. പിന്നെ ചിയേഴ്സ്. അടുത്തത്, അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുന്നതിനെ, അണലിയെ പോലെ കൊത്തും. അണലി കൊത്തിയ പിന്നെ രക്ഷയില്ലെന്ന് പറയും. നിന്റെ നാശം എന്ന് പറയുന്നത്. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണും. വികിടക്തം ജ്വലിപ്പിക്കുക. എന്താ വിചിത്ര കാഴ്ചകൾ? രാത്രി സ്വപ്നങ്ങൾ കാണും. ഭീകര മൃഗങ്ങളെ സ്വപ്നങ്ങൾ കാണും. വിചിത്ര കാഴ്ചകൾ സ്വപ്നം കാണും. എന്നിട്ട് അടുത്തത്, നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയാകും. രക്ഷയില്ല. പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയാകും. പാമരത്തിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യനെ എപ്പോഴും പൊട്ടി വീഴാൻ കടലിലേക്ക് മരിച്ചു പോകും. നീ പറയും, അവരെന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. എങ്ങനെയാ അറിയണേ വേദനിച്ചത്? ബോധം പോയി കിടക്കുമല്ല. അവരെന്നെ പ്രകരിച്ച് എനിക്ക് ഏറ്റില്ല. ഏൽക്കാഞ്ഞിട്ടല്ല, പിറ്റേ ദിവസം അറിയുള്ളൂ. എടിയേ ഒന്ന് ചൂടളം നിന്ന് പിടിക്കടി, ആവി പിടിക്കുക. എന്തിയ വേദന? തലേദിവസം ഇടി കിട്ടിയിട്ടാ. എന്നിട്ട് ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. കുടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ തിന്മ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, അച്ഛന്മാർ കുടിക്കുന്നവരില്ല? ഉണ്ടില്ലെന്ന് ഞാൻ പറയും. ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയും. പക്ഷേ ആൻ്റണി അച്ഛൻ ഇത് പറയുന്നുണ്ടെങ്കിൽ, ഇതുവരെ മദ്യത്തിൻ്റെ ടേസ്റ്റ് എന്തെന്ന് എനിക്കറിയില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയും ഇറ്റ് ഈസ് സിൻ എന്ന്. എനിക്കൊരു യാചനയുണ്ട്. നിങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ ദൈവത്തെ ഓർത്ത് ഒരു പുരോഹിതനും മദ്യം നിങ്ങൾ കൊടുക്കരുത്. എനിക്കറിയാം, വീടുകളിൽ വരുമ്പോൾ മദ്യം അവർക്ക് കൊടുക്കും. തമ്പുരാന്റെ ശരീരവും രക്തമെടുക്കുന്ന ഈ കൈകളിൽ മദ്യക്കുപ്പികൾ എടുത്താൽ, മദ്യ ഗ്ലാസ് എടുത്താൽ അത് പുണ്യമാണെന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. അൽമായിൽ മദ്യക്കുപ്പി എടുത്ത ഗ്ലാസ് എടുത്താൽ പാപം, അൽമായ പുരോഹിതൻ എടുത്താൽ പുണ്യമാണ്. നോ, ഇറ്റ് ഈസ് സിൻ. അത് പാപം തന്നെ, ആര് ചെയ്താലും. ഞാൻ ഡോക്ടർ ചിറ്റി ഡാനിയൽ,
ഇത് എൻ്റെ വൈഫ് ഡോക്ടർ സാനി. ഞങ്ങൾ 4 ദിവസമായിട്ട് ഇവിടെ ധ്യാനം കൂടുകയുണ്ടായി. ഈ ധ്യാനത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേർക്കും മാനസികമായ സന്തോഷവും സമാധാനവും കിട്ടി എന്നുള്ള കാര്യം ഞാൻ ബോധിപ്പിച്ചോളൂ. താങ്ക് യു. ഞങ്ങൾ ഒരു 20 വർഷത്തിന് മുമ്പ് ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും കിട്ടി. ഞങ്ങൾ ഇനിയും ധ്യാനത്തിന് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് ഒരു തിരുവചനം ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനഭാഗം ധ്യാന വിഷയമാക്കാം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും ദർശനവും എപ്പോഴും വ്യത്യസ്തമാണ്. മനുഷ്യർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരുടെ ബാഹ്യ രൂപത്തിലാണ്. എന്നാൽ ദൈവം പറയുന്നു, ബാഹ്യമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലല്ല ഞാൻ ശ്രദ്ധ വയ്ക്കുന്നത്. പ്രത്യുത ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് യേശു നമ്മെ ഇപ്രകാരം പറഞ്ഞ് പഠിപ്പിച്ചത്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന്. ആകയാൽ ഇപ്രകാരമുള്ള ഒരു നല്ല മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഉടമകളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാലക്കുടിയിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. അവിടെ വചനവായനയും വചനധ്യാനവും നമ്മെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിനും കൂടുതൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നതിനും എപ്പോഴും സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകൾ നേരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആനി ക്ലിഡിൻ ആണ്. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. സെക്കൻഡ് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്. MA പ്രസിഡൻസി ചെന്നൈയിൽ പഠിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളും കേട്ടും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും വന്നിട്ട് ഞാൻ അറിയുന്നു ഓരോ പ്രവൃത്തിയും ദൈവം ചെയ്യുന്നത്. ദൈവം എന്നെ തൊടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം വെക്കേഷനിൽ വരുമ്പോൾ ഞാൻ കണ്ടിപ്പാണ് ഇവിടെ വരും. താങ്ക് യു ഗോഡ്, താങ്ക് യു. എൻ്റെ പേര് ആൻ ക്ലീഡൻ. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. MBBS സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും വെക്കേഷൻ ആകുമ്പോൾ വരുന്നതായിരിക്കും. നന്ദി.
വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിൻ്റെ അർത്ഥം വരിക? വത്സല മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് അതീവ സ്നേഹമുള്ള മക്കൾ, വാത്സല്യം കൊണ്ട് ദൈവം നിറച്ച ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ. അത്ര സ്നേഹമാണ് ദൈവത്തിന്. അതുകൊണ്ടാണ് അങ്ങനെ പറയുക, വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരായി മാറുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിസി. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. വളരെ നല്ലൊരു ധ്യാനമാണ്. നല്ല ദൈവിക അനുഭവം ഉണ്ടായി. ഇനിയും ധ്യാനം കൂടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ പുള്ളി ആരാ? ഉറക്കപ്പറയല്ല, എന്തെങ്ങനെ ആരാ? ഡീറായിട്ട് വിളിച്ചോ. പുള്ളി 4 കാര്യങ്ങളിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളീനെ ഗുരുനാഥ എന്ന് വിളിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, സഹോദരൻ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതൻ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്ര എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞാൽ ഏതും വിളിച്ചോ. എൻ്റെ പേര് വിൽഫ്രഡ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിവൈനിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ധ്യാനം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വചനങ്ങളൊക്കെ നല്ല, നമുക്ക് മനസ്സിനെ ടച്ച് ആവുന്ന വചനങ്ങൾ കേൾക്കാൻ പറ്റി. ആത്മീയമായ ഒരു ഉണർവ് ഈ ധ്യാനത്തിലൂടെ എനിക്ക് കിട്ടി. എൻ്റെ പേര് ലൈജിഷ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഈ ധ്യാനത്തിലൂടെ എനിക്ക് ആത്മീയമായിട്ടൊന്നും കൂടി വളരാനായിട്ട് പറ്റി. നല്ല ധ്യാനങ്ങളായിരുന്നു. അതുപോലെ തന്നെ പനിക്കലച്ചൻ്റെ ക്ലാസ് നമുക്ക് ആത്മീയമായിട്ടൊരു ഉണർവ് കിട്ടുന്നതായിരുന്നു. നല്ലൊരു ധ്യാനമായിരുന്നു. നമുക്കൊന്ന് വലതുകരമേർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്ക കൈയടിച്ച് കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഉറക്ക കൈയടിച്ച് ഹല്ലേലൂയ. യേശുവേ, യേശു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഉറക്ക കൈയടിക്കാൻ പറയുമ്പം നമ്മളൊരു എക്സസൈസ് ഉച്ച കഴിഞ്ഞായതുകൊണ്ട് ഉറങ്ങാനൊന്നും അല്ല. കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും. മാർക്കോസ് 13:31 നമ്മൾ വായിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. എൻ്റെ പേര് എൽദോ കുര്യാക്കോസ് എന്നാണ്. ഞാൻ എറണാകുളത്ത് കിഴക്കമ്പലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധി നേരിട്ട സമയത്താണ് ഇവിടെ വന്ന് ഒരു ധ്യാനം ഇരിക്കണമെന്ന് തോന്നിയത്. വന്ന ആദ്യത്തെ ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നത് എന്തുകൊണ്ടും നന്നായി. എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഇവിടെ ധ്യാനം ഇരുന്നപ്പോൾ വന്നത്. ഇനി ഒരു ധ്യാനം കൂടി കൂടണമെന്ന ഒരാഗ്രഹം, എപ്പോഴെങ്കിലും വന്ന് കൂടണമെന്ന ഉള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഇനിയും മക്കളെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും എല്ലാം വരണമെന്ന് ആഗ്രഹിക്കുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. യേശുവിതാ നമ്മുടെ മധ്യത്തിലുണ്ട്. സർവമഹത്വത്തോടും കൂടി സർവശക്തിയോടും കൂടി അവിടെ നിതാ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇതാ സ്വർഗം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഈ സ്ഥലം സ്വർഗമാണ്. കാരണം യേശു ഇവിടെയുണ്ട്. യേശു ഏത് സ്ഥലത്തേക്ക് വരുന്നോ ആ സ്ഥലം സ്വർഗമാണ്. എന്നെ സ്പർശിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ, നിന്റെ ശക്തി എന്നിലേക്ക് അയക്കണമേ, എന്റെ വേദനകൾ മാറ്റണമേ, രോഗപീഠകളെല്ലാം യേശുവേ നീ ഏറ്റെടുക്കണമേ. ഞാൻ സൗഖ്യമുള്ളവനായി തീരട്ടെ, ഞാൻ സൗഖ്യമുള്ളവനാകട്ടെ. നിന്റെ മുറിവേറ്റ കരങ്ങൾ എന്റെ മേൽ വെക്കണമേ.
ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ആഴ്ചയിലെ ധ്യാനം കഴിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ ദൈവം തന്ന നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്, സന്തോഷപ്രദമായ അവസരമുണ്ട്, സൗഖ്യത്തിൻ്റെ അനുഭവമുണ്ട്. ഇന്നലകളിലെ ജീവിതത്തിൽ ചെയ്തു പോയ ചില തെറ്റുകൾ, കുറ്റങ്ങൾ, ദുശീലത്തഴക്കങ്ങൾ, അതിനെല്ലാം കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പരിപൂർണമായിട്ടും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നല്ലൊരു തീരുമാനമെടുത്ത് അങ്ങനെ ഈശോയുടെ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനായിട്ട് തയ്യാറാകുന്ന ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശക്തിയും ഇനി ജീവിതത്തിൽ എന്നും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം കർത്താവ് തരികയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനം. 28-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തിഷ്ഠതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തെടുവിൻ. അതെ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അകലാനായിട്ട് ഇടയായി തീർന്ന, കാരണമായി തീർന്ന ഏതെല്ലാം വിധത്തിലുള്ള പാപ ദുശീല ബന്ധനങ്ങളുടെ അവസ്ഥയാണോ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് തീഷ്ണതയോടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് കർത്താവിനെ തേടുമ്പോൾ ആ തേടുന്ന കർത്താവ് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. ധ്യാനത്തിലൂടെ ലഭിച്ച ദൈവാനുഭവം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനും വളരുവാൻ ഇടയാകട്ടെ. കർത്താവ് ഓരോ വ്യക്തികളെയും, നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ ജോലി മേഖലയെയും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.